ഹലോ, ഞാൻ അനഘ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ തന്നെ സെറ്റിൻ്റെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് എൻക്വയറീസുമായിട്ട് കുട്ടികൾ വരികയാണ്. ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഇക്വലൻസി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഏതെല്ലാം യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുത്ത് സെറ്റ് എഴുതാം. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, എല്ലാ വിഷയത്തിനും BEd വേണ്ട സെറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട്. ഹോം സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ജിയോളജി, മ്യൂസിക്, ആന്ത്രോപോളജി തുടങ്ങിയ ഒട്ടനവധി സബ്ജക്ട്സുകൾക്ക് MSc കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് സെറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ BEdൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. BEd ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമില്ല സെറ്റ് എഴുതണമെങ്കിൽ. പക്ഷേ ഹയർ സെക്കൻഡറി ജോലിക്ക് പോകുമ്പോൾ ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ BEd എടുക്കണം. നമ്മൾ കാണുന്നത് ഹോം സയൻസിനൊക്കെ പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ നാച്ചുറൽ സയൻസിനായിരിക്കും BEdന് പോവുക. കാര്യം ഇവിടെ BEd ഹോം സയൻസിനോ അല്ലെങ്കിൽ ഗാന്ധിയൻ സ്റ്റഡീസ് BEd എന്നോ അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഈ സബ്ജക്റ്റ് ഏത് സ്ട്രീമിൻ്റെ കീഴിലാണ് വരുന്നത്, അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിന് സബ്സിഡറി ആയിട്ട് വരുന്ന സബ്ജക്ട്സ് ഏതാണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് BEd ഓപ്റ്റ് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിയിൽ പോയി MScക്ക് ജോയിൻ ചെയ്യുക, ഡിസ്റ്റൻറ്റ് കോഴ്സസിന് ജോയിൻ ചെയ്യുക. ഇങ്ങനെയൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റീസ് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇത് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് വെച്ചാൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ആയിക്കോട്ടെ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആയിക്കോട്ടെ, MG യൂണിവേഴ്സിറ്റിയുടെ ആയിക്കോട്ടെ, ഇവർക്കൊക്കെ വെബ്സൈറ്റ്സ് ഉണ്ട്. ഈ വെബ്സൈറ്റിൽ പോയിട്ട് ഇക്വലൻസി സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂഡ് ആയിട്ടുള്ളതിൻ്റെ ലിസ്റ്റ് കാണും. അത് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഇഷ്യൂഡ് ആയിട്ടുള്ളത്, ഏതൊക്കെ കോഴ്സിനാണ് ഇവർ ഇക്വലൻസി പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ധാരണയോടുകൂടി മാത്രമേ നിങ്ങൾ വേറൊരു യൂണിവേഴ്സിറ്റി ഓപ്റ്റ് ചെയ്ത് പഠിക്കാവുള്ളൂ. നമ്മുടെ ഇവിടെ മാത്രമല്ല, ഏതൊരു സ്റ്റേറ്റിൽ പോയാലും നമുക്കറിയണം അവിടുത്തെ യൂണിവേഴ്സിറ്റീസ് മറ്റുള്ള ഏതെല്ലാം യൂണിവേഴ്സിറ്റീസ് അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പം അംഗീകാരം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഇക്വലൻസി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ജെന്യുവിനിറ്റി സർട്ടിഫിക്കറ്റും നമ്മുടെ എംപ്ലോയ്മെൻറ്റിന് വളരെ അത്യാവശ്യമായിട്ട് വരുന്ന ഒന്നാണ്. ഇനി ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു, പുറത്തൊരു യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ പഠിച്ചത്, എങ്ങനെ നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുവന്ന് ഇക്വലൻസി ഇല്ല ഈ കോഴ്സിന്, നമുക്ക് എങ്ങനെ ഇക്വലൻസി വാങ്ങാം, ഇതിനെ പറ്റിയിട്ടും ഞാൻ പറയുന്നുണ്ട്. അതിനാദ്യം ചെയ്യേണ്ടത് നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫുൾ സിലബസ്, അതായത് ഇപ്പം BEd ആണ് നിങ്ങൾ പുറത്തു പോയി പഠിച്ചതെങ്കിൽ ആ BEdൻ്റെ ആ 4 സെമസ്റ്ററിൻ്റെ നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ മാത്രമല്ല ആ യൂണിവേഴ്സിറ്റിയുടെ BEd സിലബസ് അവിടുത്തെ എക്സാമിനറിനെയും രജിസ്ട്രാറിനെയും കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിച്ച് അതിൻ്റെ ഹാർഡ് കോപ്പി നമ്മൾ കേരള യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ ആപ്ലിക്കേഷനോടൊപ്പം പ്രൊവൈഡ് ചെയ്യണം. അവിടെ നിന്ന് അത് ക്രോസ് വെരിഫിക്കേഷൻ വരും. അതുപോലെ തന്നെ മീറ്റിങ്ങിൽ അത് സബ്മിറ്റ് ചെയ്യും വൈസ് ചാൻസലർ. അവിടെ ഡിസ്കഷൻ നടക്കും. അതിനുശേഷമായിരിക്കും ആ കോഴ്സിന് ഇവിടെ എലിജിബിലിറ്റി കൊടുക്കുക. ഈ എലിജിബിലിറ്റി അല്ലെങ്കിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ എക്സാംസിൽ നമ്മൾ ക്വാളിഫൈ ആവുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അപ്പോയിൻമെൻറ്റ് കിട്ടത്തില്ല. ഇനി ഇക്വലൻസി കിട്ടി, ഇക്വലൻസി മാത്രം മതിയോ, പുറത്തു പോയി പഠിച്ചു വന്ന് ഇവിടെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ ഇക്വലൻസി മാത്രം മതിയോ? പോരാ. ജെന്യുവിനിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കോൺഫിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ആണ്. അത് ഇൻഡിവിജ്വൽ ആയിട്ട് എനിക്കോ നിങ്ങൾക്കോ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഏത് ഓർഗനൈസേഷനാണ് അല്ലെങ്കിൽ ഏത് അതോറിറ്റിയാണ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ BEd കഴിഞ്ഞ് ഒരു ടീച്ചറായിട്ട് ജോലിക്ക് കയറുകയെന്ന് വെച്ചോ, അപ്പോൾ PSC അപ്രൂവ്ഡ് ആയിട്ടുള്ള അപ്പോയിൻമെൻ്റ് ആണ്, അല്ല ഗവൺമെൻറ് ഗസ്റ്റ് ആണ്. പക്ഷെ ഞാൻ പഠിച്ചിരിക്കുന്ന പുറത്ത് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, എനിക്ക് ജെന്യുവിനിറ്റി സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ അത് അപ്ലൈ ചെയ്യേണ്ടത് ഞാനല്ല, നമ്മുടെ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, ഹയർ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ RDD ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ RDD അപ്ലൈ ചെയ്ത് ഇവരെ ത്രൂ, അതായത് ഗവൺമെൻറ് ബോഡി ത്രൂ ഇത് എവിടേക്ക് ചെല്ലണം, നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റിയിലേക്ക് ചെല്ലണം. അവിടെ നമ്മുടെ ക്രോസ് വെരിഫിക്കേഷൻ നടന്നതിന് ശേഷം അവിടെ നിന്ന് ഒരു ജെന്യുവിനിറ്റി സർട്ടിഫിക്കറ്റ് ഇവിടേക്ക് വന്നാൽ മാത്രമേ നമുക്ക് അപ്രൂവൽ അല്ലെങ്കിൽ ജോലിക്ക് കയറാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇക്വലൻസിയും അതുപോലെ തന്നെ അപ്രൂവലും. ഇക്വലൻസി നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ നമുക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞായിരിക്കും കിട്ടുക. ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രോസസ്സ് എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഇക്വലൻസിയിൽ എവിടെയാണ്, ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് അപ്രൂവ്ഡ്? IGNOU നിങ്ങൾക്ക് അറിയാം, IGNOU അപ്രൂവ്ഡ് ആണ്. പക്ഷേ
നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല, ഒരുപാട് ഓർഗനൈസേഷൻസ് അവരിങ്ങനെ MSc ക്ലാസ്സസ്, MA സൈക്കോളജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, BEd ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, MEd ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും NEP വന്നു, MEDും BEഡും ഒക്കെ അതിൻ്റേതായിട്ടുള്ള സ്ട്രിക്റ്റ് പാറ്റേണിൽ തന്നെ ഫോളോ ചെയ്യണം എന്നൊരിത് വന്നു. ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് ആയിക്കോട്ടെ, ഡിസ്റ്റൻറ്റ് യൂണിവേഴ്സിറ്റീസ് ആയിക്കോട്ടെ, അഫിലിയേഷൻ ഇല്ലാത്ത ഒരുപാട് യൂണിവേഴ്സിറ്റീസ് നമുക്ക് ചുറ്റിനും പ്രവർത്തിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു BEഡിനോ അല്ലെങ്കിൽ ആ വീട്ടിലിരുന്ന് പഠിക്കാമല്ലോ എന്നൊരു കൺസെപ്റ്റോട് കൂടി ഒരു BEd കോഴ്സിനെയൊക്കെ അപ്രോച്ച് ചെയ്യുമ്പം ഇപ്പം 4 വർഷമാണ് നമ്മുടെ ഡിഗ്രി കോഴ്സസ്. NEP വന്നതോടുകൂടി 4 വർഷമായി മാറിയിട്ടുണ്ട് ഡിഗ്രി കോഴ്സസ്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 ഇയർ കൊണ്ട് MA അല്ലെങ്കിൽ MS നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ BEd എന്ന് പറയുന്നത് നമുക്ക് അതുപോലെ തന്നെ ഒരു എന്താ പറയുക കമ്പൈൻഡ് കോഴ്സാക്കി മാറ്റുവാണ്. അപ്പം BEd നമ്മൾ വീട്ടിലിരുന്ന് പഠിച്ച് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ ജോലി നേടാം, വിദേശ രാജ്യങ്ങളിൽ പറക്കാം എന്നൊക്കെയുള്ള ഒരുപാട് പരസ്യങ്ങൾ നമുക്ക് ചുറ്റിനുമുണ്ട്. അപ്പം നിങ്ങൾ ഏതൊരു ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുകയാണെങ്കിലും, ഇപ്പം കേരളത്തിൽ തമിഴ്നാട് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയുടെ അപ്രൂവ്ഡ് ആണ്, തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് ആണ് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ. പക്ഷേ അവിടെയും ഒരുപാട് അൺഅപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഡിസ്റ്റൻറ്റ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം എൻ്റെ ഒരു അറിവിൽ നമ്മുടെ ഭാരതിയാർ യൂണിവേഴ്സിറ്റി ബാക്കി എല്ലാ കാര്യത്തിലും അപ്രൂവ്ഡ് ആണ്, പക്ഷേ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് കോഴ്സസ് ഇപ്പോൾ അപ്രൂവ്ഡ് അല്ല. കേരള യൂണിവേഴ്സിറ്റി അപ്രൂവൽ കൊടുക്കുന്നില്ല. കാരണം അവർ പറയുന്ന മദ്രാസ് ഹൈക്കോർട്ടിൽ ഇതിൻ്റെ സിലബസിനെ ചൊല്ലിയിട്ടും ഇതിൻ്റെ എക്സാമിനേഷനെ ചൊല്ലിയിട്ടും ചർച്ചകൾ ഇപ്പോഴും ഫർദറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു കൺക്ലൂഷൻ വന്നാൽ മാത്രമേ അപ്രൂവൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം പലരും ഈ കോഴ്സസ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് MSc ആയിക്കോട്ടെ, MA ആയിക്കോട്ടെ, BEd ആയിക്കോട്ടെ, നിങ്ങളൊരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ തീർത്തും അറിയേണ്ട ഒരു കാര്യം, അത് അഫിലിയേറ്റഡ് ആണോ, അതിന് നമ്മുടെ ഇവിടെ ഇക്വലൻസി കിട്ടുമോ, ഇവിടെ എലിജിബിലിറ്റി കിട്ടുമോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതിന് വേറെ ഒന്നും ചെയ്യണം, നിങ്ങൾ നമ്മുടെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ്സിലേക്ക് പോവുക. വെബ്സൈറ്റിൽ തന്നെ നമുക്ക് PDFs ആയിട്ട് അവൈലബിൾ ആണ്, ഏതെല്ലാം യൂണിവേഴ്സിറ്റീസ് ആണ് ഇക്വലൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം, ആ യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ കോഴ്സസ് ആണ് അതും ശ്രദ്ധിക്കണം. ചില സെൽഫ് ഫിനാൻസിങ് കോഴ്സസ് ആയിട്ടുള്ള കോഴ്സസ് ചില യൂണിവേഴ്സിറ്റിയുടെ, കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി ഒന്നും അപ്രൂവ് ചെയ്തിട്ടില്ല. ഇനി അപ്രൂവൽ ഇല്ല, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എന്താ പറയുക കറക്റ്റ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്, നിങ്ങളുടെ സിലബസ് പെർഫെക്റ്റ് ആണ്, അത് കേരള യൂണിവേഴ്സിറ്റി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ മാച്ച് ചെയ്യുന്നുണ്ട്, കേരളത്തിലെ ഏതൊരു യൂണിവേഴ്സിറ്റി ആയിട്ടാണെങ്കിലും മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനും അപ്ലൈ ചെയ്യാം. ഇക്വലൻസിക്ക് വേണ്ടി സിലബസ് അറ്റസ്റ്റ് ചെയ്ത് വാങ്ങണം എന്നൊരു പ്രോസസ്സ് മാത്രമേ അവിടെ ഉള്ളൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പുറത്ത് പഠിച്ചൊരു കോഴ്സ് ഒരിക്കലും ഇവിടെ ഇക്വലൻസി അല്ലെങ്കിൽ എലിജിബിലിറ്റി കിട്ടാണ്ട് പോവത്തില്ല. അപ്പം ഇതെല്ലാം പഠിച്ച് BEഡും കഴിഞ്ഞ് നിങ്ങൾ നിൽക്കുവാണ്, ഇനി അടുത്ത ഹയർ സെക്കൻഡറി അധ്യാപനം എന്നതാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ഞങ്ങളുടെ ഒപ്പം ജോയിൻ ചെയ്യാം. ഞങ്ങൾ സെറ്റ് അസ്ത്ര എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ബാച്ച് തുടങ്ങുകയാണ്. ലോങ് ടേം ബാച്ചാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരുപാട് അധ്യാപകരെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ആണ് നമുക്ക് സെറ്റ് വേണ്ടത് ഹയർ സെക്കൻഡറിയിലേക്ക്. സോ നമ്മുടെ ക്ലാസ്സസ് കണ്ടവരുണ്ടാവും, നമ്മുടെ പ്രമോസ് കണ്ടവരുണ്ടാവും. അപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താണ്. ഞങ്ങൾ ആഴ്ചയിൽ കുറഞ്ഞത് ഒരു 3 ദിവസമെങ്കിലും ലൈവ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ലൈവ് ക്ലാസ്സസിന് 1-on-1 മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എന്താണ് മെന്റർ സപ്പോർട്ട്? ഇപ്പം നിങ്ങൾക്ക് ഒരു നോട്ട് കിട്ടിയില്ല, നിങ്ങൾക്ക് ടെക്നിക്കലായിട്ട് എന്തെങ്കിലും നോട്ട്സ് ആപ്ലിക്കേഷനിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എപ്പോൾ വിളിച്ചാലും റെസ്പോണ്ട് ചെയ്യാൻ റെഡി ആയിട്ട് ഞങ്ങളുടെ ഒരു കൂട്ടം അധ്യാപകരും മെന്റേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ട് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള നോട്ട്സ്, സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസ്, ഇതിന് പുറമെ ആഴ്ചയിൽ കുറഞ്ഞത് 3 ദിവസമെങ്കിലും നമ്മൾ ലൈവ് ക്ലാസ് മെന്റർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ ക്വയറീസ് പരിഹരിക്കാനായിട്ട് ഒരു കൂട്ടം ആൾക്കാരും ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സെറ്റിന് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, സെറ്റിൻ്റെ റിസൾട്ട്സ് വരാറായി, അപ്പോൾ അറിയാലോ ഇനി ഒരു ലോങ് ടേം ബാച്ചാണ്. അപ്പോൾ എന്തായാലും ക്രാക്ക് ചെയ്യണം, ഹയർ സെക്കൻഡറിയിൽ ഒരു അധ്യാപികയായിട്ടോ അധ്യാപകനായിട്ടോ കയറണം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ താമസിച്ചിട്ടില്ല. സോ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സെറ്റിൻ്റെ കോഴ്സസിൽ ജോയിൻ ചെയ്യാം. തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം പഠിക്കുകയാണെങ്കിൽ അധ്യാപകർ ആകുക എന്ന നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും എന്ന് തീർച്ചപ്പെടുത്തുന്നു. താങ്ക്